മംഗൽപാടി പഞ്ചായത്തിലെ ബജറ്റ് ദിനത്തിൽ പ്രസിഡന്റ് സ്വർണം വിതരണം ചെയ്തത് അന്വേഷിക്കാൻ ഒരുങ്ങുന്നു വിജിലൻസ്. കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിലെ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാനാണ് 70-ലധികം ജീവനക്കാർക്ക് 1 ഗ്രാം സ്വർണ്ണ നാണയം സമ്മാനമായി നൽകിയത്. പഞ്ചായത്ത് അംഗങ്ങൾക്ക് ടാബും സമ്മാനമായി നൽകി. സമ്മാനത്തിന് മാത്രം 7 ലക്ഷം രൂപയാണ് പ്രസിഡന്റ് ചെലവാക്കിയത്. 5 വർഷമാണ് ഒരു ഭരണസമിതിയുടെ കാലാവധി. ഈ 5 വർഷത്തെ ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ പലപ്പോഴും ഞാൻ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമൊക്കെ ആയതാണ്. പലപ്പോഴും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതി പോലെ മൂല്യമുള്ള ഒരു ഗിഫ്റ്റായിരിക്കണം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചിട്ട് കിട്ടിയതാണ് സ്വർണ്ണം. 80 കോയിന് ഞാൻ അടിച്ചിട്ടുണ്ട്. 80 കോയിനിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പഞ്ചായത്തിൽ അത്ര തന്നെ അതിൻ്റെ ഇരട്ടി ഡെയിലി വേജസ് ഉണ്ട്. പല മേഖലകളിലായി പണിയെടുക്കുന്ന ആളുകൾ, പാർട്ട് ടൈമായി പണിയെടുക്കുന്ന ആളുകൾ, അതുപോലെ പഞ്ചായത്തിലെ ഡ്രൈവർമാർ, എല്ലാ വിഭാഗം ആളുകൾ, പിന്നെ പഞ്ചായത്തിൽ അന്ന് പത്രമാധ്യമങ്ങൾ ആരൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അവർക്കൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മെമ്പർമാരും സ്റ്റാഫും എൻ്റെ സ്വന്തമാണ്. ഞാൻ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ്. ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം നമ്മളെ ചേർത്ത് പിടിക്കുന്നു അത്രത്തോളം നമ്മളുടെ കാര്യങ്ങൾ നാട്ടിൽ നടക്കും. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കൂടെ നിന്നാൽ കാര്യങ്ങൾ വേഗം നടക്കും എന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു സമ്മാനം, ഒരു സർപ്രൈസ് സമ്മാനം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് തോന്നുന്നു. ഏതായാലും വിജിലൻസ് ഇപ്പോൾ വിഷയം അന്വേഷിക്കാൻ പോവുകയാണ്. തീർച്ചയായും വിനീത, അത് പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. 7 ലക്ഷം രൂപയാണ് പ്രസിഡന്റ് ഈ ബജറ്റ് ദിനത്തിൽ ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങൾക്കൊക്കെ ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി ചെലവഴിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ഉദ്യോഗസ്ഥർക്ക്, ജീവനക്കാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും, അത് താൽക്കാലിക ജീവനക്കാർക്ക് ഉൾപ്പെടെ ഈ സ്വർണ്ണ കോയിൻ നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾക്ക്, അത് LDF ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, എല്ലാ അംഗങ്ങൾക്കും ടാബാണ് നൽകിയത്. അതിൽ പറയുന്ന കാര്യം, ഈ കാസർഗോഡ് അതിർത്തി പഞ്ചായത്താണ്. ജീവനക്കാർക്ക്, ഉദ്യോഗസ്ഥർക്കൊക്കെ ഇങ്ങോട്ട് വരാനും ജോലി ചെയ്യാനൊക്കെ മടിയുള്ള പഞ്ചായത്താണ്. അവർക്ക് ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മാനം നൽകിയത് എന്നതാണ്. ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗോൾഡൻ എന്ന് സൂചിപ്പിക്കുന്ന ഒരു പേര് കൂടി അദ്ദേഹത്തിന് ഉണ്ട്. എന്തായാലും ഈ സ്വർണ്ണ സമ്മാനം അവസാനം പൊല്ലാപ്പാകുമോ എന്നതാണ് ഇപ്പോൾ അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ആകെ വ്യാപകമായി ഇത് ഈ വിതരണം ചെയ്യുന്നതൊക്കെ, അതിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിച്ചു. അതോടെയാണ് വിജിലൻസ് ഇപ്പോൾ ഇതിൽ പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള അതിൽ നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും സമ്മാനം കൊടുത്തതൊരു കൊല്ലാപ്പായോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വിജിലൻസ് ഈ വിഷയം അന്വേഷിക്കാൻ പോവുകയാണ്.